ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി നമുക്ക് നോക്കാം. നയൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പ് എനർജി. സെവൻ ഓഫ് കപ്സ്. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ടെൻ ഓഫ് കപ്സ്. എയ്റ്റ് ഓഫ് സോർഡ്സ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ. Two of Wands. തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. World. Ace of Swords. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്ന 3 ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് 3 ഓഫ് പെന്റക്കിൾസ് കിട്ടിയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും അവരുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഒരുപാട് അഡ്വൈസ് ഈ ഒരു പേഴ്സണ് കൊടുക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഒരു ലിസണർ മാത്രമായിരിക്കാം. അപ്പം തേർഡ് പാർട്ടിയുടെ കൺട്രോളിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. തേർഡ് പാർട്ടി പലവിധ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ അനുസരിക്കാതെ നിവർത്തിയില്ല. ആ ഒരു സ്റ്റേജിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എത്തി നിൽക്കുന്നുണ്ടാകാം. അതാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ അവരുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം കാണാനായിട്ട് സാധിക്കുന്നു. മേ ബി ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടായിരിക്കാം. അപ്പം ആ ഒരു ഒന്നുകിൽ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കാം ഇവരുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കറൻറ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ 9 ഓഫ് കപ്സ് ആണ്. അപ്പം സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അതായത് സ്വന്തം സന്തോഷങ്ങൾക്ക് മുൻഗണന നോക്കി അത് മാത്രം മതി, അതായത് എൻ്റെ സന്തോഷങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നും പ്രാധാന്യം കൊടുക്കാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാത്ത ഒരു വ്യക്തി. അതായത് ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള, അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി സ്വന്തം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഈ ഒരു വ്യക്തി പോയതും ആ ഒരു വ്യക്തിയുടെ സന്തോഷങ്ങൾ പരിഗണിച്ച് തന്നെയാണ്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആ ഒരു വ്യക്തി പോയതും സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ 7 ഓഫ് കപ്സ് ആണ്. അതായത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ഇല്യൂഷനിലാണ്. ഈ ഒരു വ്യക്തിക്ക് റിയാലിറ്റി എന്താണ്, ഫാൻറ്റസി എന്താണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ഇപ്പോൾ കഴിയുന്നില്ല. വളരെയധികം മെൻ്റൽ കൺഫ്യൂഷൻ ഉണ്ട്.
അപ്പം ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഫാൻറ്റസി വേൾഡിലാണ് ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വ്യക്തിക്ക് ഒന്നും റിയാലിറ്റി ഏതാണ് എന്നുള്ള, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ആ ഒരു എന്താണ് ഇൻറ്റൻഷൻ ശരിക്കും ഈ ഒരു പേഴ്സൺ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. തേർഡ് പാർട്ടി പല നെഗറ്റീവ് വേയിലൂടെയും ഈ ഒരു പേഴ്സണെ അവരിലേക്ക് അടുപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു. പക്ഷേ ഈ ഒരു പേഴ്സൺ ആ ഒരു റിയാലിറ്റി ഇതുവരെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഒരു ഫാൻറ്റസി വേൾഡിലാണ് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ റിലേഷൻഷിപ്പ്, ഈ ഒരു പേഴ്സൺ ഞാൻ പറഞ്ഞല്ലോ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് അവരുടെ ഇഷ്ടപ്രകാരമാണ് പോയത്. അപ്പം ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ അതായത് ഒരു ഫാമിലി പോലെ എങ്ങനെയാണോ ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് പോകുന്നത് അതേ രീതിയിൽ തന്നെ കണ്ട ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ളത് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം വളരെയധികം ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു ഇമോഷണൽ കണക്ഷൻ എല്ലാം തന്നെ ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു വ്യക്തി അവിടെ പോയതിന് ശേഷം ഈ ഒരു പേഴ്സൺ അവിടെ മെൻ്റലി ട്രാപ്പായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഈ ഒരു പേഴ്സൺ ആ ഒരു റിലേഷൻഷിപ്പ് ഒട്ടും ഫ്രീഡം കൊടുത്തിരുന്നില്ല. ഈ ഒരു പേഴ്സൺ ഒരുപാട് സന്തോഷം ഒക്കെ പ്രതീക്ഷിച്ചായിരിക്കാം ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോയത്. പക്ഷേ എങ്കിൽ ആ ഒരു പേഴ്സണെ അവിടെ ട്രാപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. പക്ഷേ ഇപ്പോഴും ആ ഒരു വ്യക്തി ആ ഒരു റിയാലിറ്റി ഇതുവരെയും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അവരുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി കിട്ടിയത്. പക്ഷേ എങ്കിലും ആ ഒരു വ്യക്തി അവിടെ ട്രാപ്പായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പം അവരുടെ ഓവറോൾ എനർജി, ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി പോലും 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് മറ്റൊരാളുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ പേഴ്സണ് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അവരുടെ അഡ്വൈസ് പ്രകാരമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ഈ ഒരു പേഴ്സൺ അവിടെ ട്രാപ്പായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷെ അത് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നില്ല, താൻ ഇവിടെ ഇരയായി നിൽക്കുകയാണ് എന്നുള്ള ആ ഒരു പേഴ്സൺ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. കാരണം തേർഡ് പാർട്ടി വളരെ നല്ല രീതിയിൽ ഈ ഒരു പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്ത് നിർത്തുന്നുണ്ടായിരിക്കാം. ഒന്നുകിൽ എന്തെങ്കിലും സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടായിരിക്കാം. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് മനസ്സിലാവാത്ത രീതിയിലായിരിക്കാം ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു വ്യക്തി ഒരുപാട് സന്തോഷങ്ങളും എല്ലാം പ്രതീക്ഷിച്ച 10 ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയതെങ്കിൽ, പക്ഷേ ഇപ്പോൾ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയും പീസ്ഫുള്ളായിട്ടുള്ള ഒരു വേയിലൂടെ അല്ല ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം രണ്ടുപേരുടെയും ആ ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേർക്കും ഇമോഷണലി വളരെയധികം കണക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപോലെയായിരുന്നു തീരുമാനങ്ങൾ എടുത്തിരുന്നത്, എല്ലാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിൽ ഒരാൾ ഉപദേശങ്ങൾ കൊടുക്കുന്നു, ഒരാൾ അനുസരിക്കുന്നു. ആ ഒരു എനർജിയിലേക്ക് അവരുടെ റിലേഷൻഷിപ്പ് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തി ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്, തൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൻ്റെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരാൻ റെഡി അല്ലാത്ത ഒരു പേഴ്സൺ എനർജിയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു വ്യക്തി റിസ്ക് എടുക്കാൻ റെഡിയല്ല. ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ കൂടി ആ ഒരു പേഴ്സണ് റിസ്ക് എടുക്കണം. പക്ഷേ ഇപ്പോൾ ആ ഒരു പേഴ്സൺ റിസ്ക് എടുക്കാൻ റെഡിയല്ല എന്നുള്ളതാണ് കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് അവരുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി തന്നെ കിട്ടിയിരുന്നു. 7 ഓഫ് കപ്സ് ആണ്. അപ്പം ഇപ്പോൾ ഒരു ഫാൻറ്റസിയിലാണ്. അപ്പം അവർക്ക് റിയാലിറ്റി എന്താണെന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ കുറച്ചുകൂടി സമയം ആവശ്യമുണ്ട്. ഇവിടെ നമുക്ക് ഫ്യൂച്ചർ എനർജി കിട്ടിയത് ഈ വേൾഡ് കാർഡാണ്. അപ്പം എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതൊരു കാർമികമായിട്ടുള്ളൊരു സൈക്കിളാണ്. അപ്പം ആ ഒരു സൈക്കിള് ഇവിടെ ഒരു എൻഡാവുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഫ്യൂച്ചർ എനർജിയിൽ കാണാനായിട്ട് കഴിയുന്നു. പക്ഷേ നിലവിലത്തെ എനർജിയിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്. സ്വന്തം കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ഒരു വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി മറ്റുള്ളവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നിന്നു കൊടുക്കുന്ന ഒരാൾ, അതാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഫ്യൂച്ചർ എനർജി എല്ലാം നോക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാൻ ചാൻസ് ഉള്ള ഒരു പേഴ്സൺ എനർജിയാണ്. നൈറ്റ് ഓഫ് വാൻസ് ആണ്. ഈ ഒരു വ്യക്തി ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണ് നിങ്ങളുമായിട്ട് പിന്നെയും കണക്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നതാണ് അപ്പോൾ ഫ്യൂച്ചർ എനർജിയിൽ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്, ആളൊരു ഇല്യൂഷനിലാണ്. ആൾക്ക് റിയാലിറ്റി ഏത് ഫാൻറ്റസി ഏത് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് സ്വന്തം കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്.
അപ്പം നിങ്ങൾ ഒരുപാട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായ സമയത്ത് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു പേഴ്സൺ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ ട്രാപ്പായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഈ ഒരു വ്യക്തി ആ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു തനിനിറം മനസ്സിലാക്കാൻ സമയമാകുന്നതേ ഉള്ളൂ. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആൾ ഒരു ഇല്യൂഷനിലാണ് നിൽക്കുന്നത്. പക്ഷേ ഫ്യൂച്ചർ എനർജി എല്ലാം തന്നെ ഈ ഒരു വ്യക്തി അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്ന ഒരു എനർജിയിലാണ്. ഇപ്പോൾ ആ ഒരു വ്യക്തി ഒന്നുകിൽ ആ ഒരു വ്യക്തിക്ക് ഇതൊന്നും മനസ്സിലാകാത്ത ആ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, പല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് കാരണമായിരിക്കാം. അപ്പം ഇതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇപ്പോഴത്തെ നിങ്ങളുടെ വ്യക്തിയുടെ